ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് തങ്കമ്മ ജോർജ്. ഞാൻ ഈ പ്രാവശ്യം വചന വായനയിലൂടെ ഈശോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഈശോ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. ഇതിക്ക് മുന്നേ ഞാൻ പല പ്രാവശ്യം വചനം വായിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ വചനം വായിക്കാനായിട്ട് പേര് കൊടുക്കുക ഒന്നും ചെയ്തില്ല. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ച് വചനം വായിക്കാനായിട്ട് നീ എന്നെ ക്ഷണിക്കണം. അപ്പോൾ എന്നെ നീ സ്നേഹിക്കുന്നുണ്ടെന്നും എന്നെ നീ അനുഗ്രഹിക്കുന്നുണ്ടെന്നും നിൻ്റെ കടാക്ഷം എനിക്കുണ്ടെന്നും അതിലൂടെ എനിക്ക് മനസ്സിലാവും. ആ വചനത്തിലൂടെ നീ എന്നോട് സംസാരിക്കണം എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ എൻ്റെ പേര് ഓൺലൈനിലും ഉണ്ട്, ഓഫ്ലൈനിലും ഉണ്ട്. അപ്പോൾ ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. ഈശോ നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ എന്ന് വിചാരിച്ച് ജോസിനും നന്ദി പറഞ്ഞു ഞാൻ. പിന്നെ ഞാൻ വായന തുടങ്ങി. 4 ദിവസം എൻ്റെ വായനയിൽ ഈശോ എന്നെ ഒരുപാട് അനുഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആദ്യത്തെ ദിവസം പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അതിൽ ഈശോ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് അനുഗ്രഹിക്കും. ഈ വാക്ക് ഞാൻ വായിച്ചോട് കൂട്ടിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദ സന്തോഷം ഉണ്ടായി. ഈശോ എൻ്റെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഈശോ കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ദിവസം എനിക്ക് വായിക്കാൻ പറ്റിയത് 1 ദിനവൃത്താന്തം തൊട്ട് 9 വരെയുള്ളത്. അതിൽ ഈശോ പറഞ്ഞത്, ദൈവമേ, ഒരു പ്രാർത്ഥന ഈശോ കേട്ടതാണ്. ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച്, യാബസിൻ്റെ പ്രാർത്ഥനയാണത്. ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈശോ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഈശോ അത് എൻ്റെ പ്രാർത്ഥനയാണ്. ഈശോ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ മനസ്സിലാക്കുന്നു. ഈശോ എന്നെ അനുഗ്രഹിക്കുന്നു ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഇതെല്ലാം വായിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, ആനന്ദം എല്ലാം ഉണ്ട്. ഈശോ എന്നെ കാണുന്നുണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എനിക്ക് കിട്ടിയത് ഉത്തമഗീതം 5-ാമത്തെ അധ്യായം തൊട്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം തൊട്ടാണ് എനിക്ക് കിട്ടിയത്. അതിലും ഈശോ എന്നോട് പറഞ്ഞു, നീതിമാന്മാർ എന്നേക്കും ജീവിക്കും, അവരുടെ പ്രതിഫലം കർത്താവിൻ്റെ പക്കലുണ്ട്. അറ്റുന്നാൻ അവരെ പരിപാലിക്കുന്നു. അതുകൊണ്ട് മഹത്തരവും സുന്ദരവുമായ കിരീടം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കും. അവിടുത്തെ വലത്തുകരം അവരെ രക്ഷിക്കും, അവിടുത്തെ ഭുജം അവരെ കാത്തുകൊള്ളും. ഇത് വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം, സഹിക്കാൻ വയ്യാത്ത സന്തോഷം. ഈശോ എപ്പോഴും എന്നെ കാണുന്നുണ്ടല്ലോ, എന്നെ അറിയുന്നുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാൻ ഈശോയുടെ കൂടെയാണല്ലോ എന്നുള്ള ഭയങ്കരമായ ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിട്ട് എനിക്ക് ഒരുപാട് സങ്കടം, സന്തോഷം എല്ലാം വന്നു. അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസം എനിക്ക് വായിക്കാൻ കിട്ടിയത് ഈശോയുടെ പീഡാനുഭവം, കുരിശുമരണം ഒക്കെയാണ് എനിക്ക് വായിക്കാൻ കിട്ടിയത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന്. ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന സമയത്തും, ഈശോയെ യൂദാസ് വെട്ടിക്കൊടുത്ത സമയത്തും, പിലാത്തോസിൻ്റെ മുമ്പിൽ ഈശോ നിൽക്കുമ്പോഴും, ഈശോയെ ചമ്മട്ടി കൊണ്ടടിക്കുമ്പോൾ, മുൾക്കിരീടം വയ്ക്കുമ്പോഴും, ഈശോയെ കുരിശിൽ കയറ്റുമ്പോഴും എല്ലാം ഞാനതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ അടുത്ത് ഞാൻ നിൽക്കുമായിരുന്നു. ഈശോയുടെ വേദന ഞാൻ എൻ്റെ മനസ്സിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈശോ ഞാനും മാത്രം ഈശോയുടെ ആ അരിയത്ത് നിന്നിട്ട് ഈശോയുടെ സകല കാര്യങ്ങളും, മനസ്സിലെ വേദനകളും ശരീരത്തിൻ്റെ എല്ലാം ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ കരഞ്ഞുപോയി. ഈശോ അപ്പം എന്നെ ഈശോയുടെ കൂടെ നിർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈശോയുടെ കൂടെ എപ്പോഴും, ഈശോയുടെ വലത്തുകരം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഈശോയുടെ പീഡാനുഭവം അതെല്ലാം ധ്യാനിക്കാനുള്ള ഒരു മഹാ അനുഗ്രഹം എനിക്ക് ഈശോ തന്നു. ഈ വചന വായിലൂടെ ഞാൻ ഈശോയോട് കൂടുതൽ അടുത്തു. ഇതിക്ക് മുന്നേ എനിക്ക് ഇതുപോലെ തന്നെ ഈ പീഡാനുഭവം വായിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഒരുപാട് സങ്കടം വന്നായിരുന്നു ഈശോയുടെ വേദനകളെല്ലാം വായിക്കുമ്പോൾ. ഇതെല്ലാം എനിക്ക് ഈശോ തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം വചനം വായിക്കാനായിട്ടുള്ള ഈശോയുടെ ക്ഷണം ഞാൻ മനസ്സിലാഗ്രഹിച്ചത് ഈശോ എനിക്ക് സാധിച്ചു തന്നു. അത് റോസിലൂടെ ഈശോ സാധിച്ചു തന്നു. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. റോസിനും നന്ദി പറയുന്നു, ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥിച്ച ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയാം. പിന്നെ പ്രത്യേകിച്ച് റോസ് ഈ മാരത്തോൺ വചനം വായിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി റോസ് ഒരുപാട് ത്യാഗം എടുത്ത് എല്ലാവർക്കും വേണ്ടി ഓരോരുത്തർക്കും പ്രത്യേകം പ്രാർത്ഥിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. റോസിന് വേണ്ടിയിട്ട് നന്ദി പറയുന്നു. എല്ലാ മക്കളും നല്ലതായിട്ട് വചനം വായിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈശോയെ ആരാധിക്കാനും സ്തുതിക്കാനുള്ള ഒരു മഹാ അവസരമായിട്ട് ഈ വചന വായന എല്ലാവർക്കും ഉപകാരമാകട്ടെ. ഈശോ സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.